കോളേജ് വിദ്യാർത്ഥികളായ 4 കൂട്ടുകാർ. അതിൽ ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു. അന്ന് രാത്രിയിലത്തെ ബർത്ത്ഡേ പാർട്ടിയും ആഘോഷവും ഒക്കെ കഴിഞ്ഞ് വളരെ വൈകിയാണ് അവർ ഹോസ്റ്റൽ മുറിയിൽ മടങ്ങിയെത്തിയത്. വന്നപാടെ ഉറങ്ങാൻ കിടന്നു. വളരെ വൈകിയാണ് രാവിലെ അവർ ഉണർന്നത്. ഉണർന്നപ്പോഴാണ് ഓർത്തത് അന്ന് കോളേജിൽ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ട്. അവർക്ക് ആ ടെസ്റ്റ് പേപ്പർ എഴുതിയേ മതിയാകും. എന്നാൽ ടെസ്റ്റ് പേപ്പറിന്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയും അധ്യാപകനെ കണ്ട് ക്ഷമ പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകമായി ഒരിക്കൽ കൂടി ടെസ്റ്റ് പേപ്പർ നടത്താൻ ആവശ്യപ്പെടാൻ അവർ തീരുമാനിച്ചു. അവർ ഒരുമിച്ച് അധ്യാപകന്റെ അടുത്തെത്തി. പരീക്ഷയ്ക്ക് എത്താൻ കഴിയാഞ്ഞതിൽ അവരുടെ ഖേദം അറിയിക്കുകയും അധ്യാപകനോട് അവരുടെ ആവശ്യം അറിയിക്കുകയും ഒക്കെ ചെയ്തു. എന്തിനും ഒരു കാരണം വേണമല്ലോ. അവർ അധ്യാപകനോട് പറഞ്ഞു, രാവിലെ തന്നെ ഞങ്ങൾ പരീക്ഷ എഴുതാനായി ഇറങ്ങിയതാണ്. വഴിയിൽ വെച്ച് ഞങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറായി. അത് മാറി വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴേക്ക് കാറ് തന്നെ കേടായി. പിന്നെ ഉന്തിയും തള്ളിയും ഒക്കെയാണ് ഇവിടെ വരെ എത്തിയത്. അത് സത്യമാണെന്ന് ബോധ്യപ്പെടുത്താനായി അതിൽ നിന്നുള്ള കീലും അഴുക്കും ഒക്കെ അല്പം ദേഹത്തും ഉടുപ്പിലും ഒക്കെ അവർ പുരട്ടിയിരുന്നു. അധ്യാപകൻ എന്തായാലും അവരോട് അല്പം കരുണ തോന്നി പരീക്ഷ വീണ്ടും നടത്താനായി സമ്മതിച്ചു. അങ്ങനെ ഏതാനും ദിവസം കഴിഞ്ഞ് അവർക്ക് വേണ്ടി പ്രത്യേകമായി പരീക്ഷയുടെ ദിവസമെത്തി. നന്നായി പഠിച്ച് അവർ കോളേജിലെത്തി പരീക്ഷ എഴുതാൻ. അവരെ 4 പേരെയും 4 മുറിയിലായിട്ടാണ് അധ്യാപകൻ ഇരുത്തിയത്. ചോദ്യ പേപ്പർ കൊടുത്തു. ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: 1 മാർക്കിന് നിങ്ങളുടെ പേരെന്താണ്? രണ്ടാമത്തെ ചോദ്യത്തിന് 99 മാർക്ക്. ആ ചോദ്യം ഇതായിരുന്നു: കാറിന്റെ ഏത് ടയറാണ് പഞ്ചറായത്? ഓപ്ഷൻ എ മുൻവശത്തെ ഇടതുവശത്തെ ടയർ, ഓപ്ഷൻ ബി മുൻവശത്ത് വലതുവശത്തെ ടയർ, ഓപ്ഷൻ സി പിൻഭാഗത്തെ ഇടതുവശത്തെ ടയർ, ഓപ്ഷൻ ഡി പിൻഭാഗത്ത് വലതുവശത്തെ ടയർ. അവരിൽ ഓരോരുത്തരും ഏത് ഉത്തരമായിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക? മടങ്ങി വരവ് എപ്പോഴും സന്തോഷകരമാണ്. എന്നാൽ അതിൽ ഒരല്പം അനുതാപം കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ലക്ഷ്യമാണ് പ്രധാനം, അല്ലേ? ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് നമ്മുടെ പഠനകാലം അത്രയും. നമ്മൾ അങ്ങനെ പോയി വഴി മാറിപ്പോകോ, വഴി തെറ്റിപ്പോകോ ഒക്കെ ചെയ്താൽ വീണ്ടും ലക്ഷ്യത്തിലേക്ക് വരാൻ എന്താണ് ഒരു മാർഗം? ഒരു മടങ്ങി വരവ് മാത്രമാണ്. ദൈവത്തിലേക്കുള്ള യാത്രയിലും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെ വഴി മാറിപ്പോയാലും തിരിച്ച് അങ്ങോട്ടെത്താൻ ഒരു മടങ്ങി വരവ് മാത്രമാണ് വഴി. ഇനി അങ്ങനെ വരുമ്പോൾ വലിയ വലിയ അനുഗ്രഹങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മളെ തേടിയെത്തുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ വെറുതെ അങ്ങ് മടങ്ങി വന്നാൽ മാത്രം മതിയാകുമോ? നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ അഭിനന്ദ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്തായുടെ നോമ്പുകാല ചിന്തയിലേക്ക് ഇന്ന് അനുതാപത്തോടെ മടങ്ങി വരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ സ്നേഹിതർക്ക് ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നോമ്പിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാനിന്ന് കൊണ്ടുവരുന്നത് പഴയ നിയമത്തിൽ നിന്നുള്ള ഒരു സുപ്രധാനമായ ഒരു വേദഭാഗമാണ്. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 9 വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ അധ്യായമാണ്. ഹോശേയ പ്രവചനത്തിലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായമാണ് 14-ാം അധ്യായം. 9 വാക്യങ്ങൾ മാത്രമുണ്ട്. ഈ നോമ്പ് കാലത്ത് ഈ 9 വാക്യങ്ങളും ആവർത്തിച്ച് വായിക്കുന്നത് നല്ലതാണ്. എന്തെല്ലാമാണ് ഈ അധ്യായത്തിൽ ഹോശേയ പ്രവാചകൻ കുറിച്ചു വയ്ക്കുന്നത്? ഒന്നാമത് ഹോശേയ പ്രവാചകൻ പറയുകയാണ്: റിട്ടേൺ ഓ ഇസ്രായേൽ ടു യുവർ ലോർഡ് യുവർ ഗോഡ്. ഇസ്രായേലെ, നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരികെ വരിക. റിട്ടേൺ ടു ദ ലോർഡ് യുവർ ഗോഡ് ഓ ഇസ്രായേൽ എന്നാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ദൈവമായ കർത്താവിങ്കിലേക്ക് നീ തിരികെ വരണം.
അതിൻ്റെ അർത്ഥം നീ കർത്താവിനെ ലക്ഷ്യമാക്കി അല്ല നീ പോകുന്നത്. പൂർണ്ണമായും അല്ല, ഭാഗികമായും അല്ല. ഐദർ ഫുള്ളി ഓർ പാർട്ടിലി. യു ആർ നോട്ട് റിയലി advancing, progressing towards your Lord, your God. അതുകൊണ്ട് പറയുക, കുഞ്ഞെ, നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ അടുക്കിലേക്ക് നീ തിരികെ വരണം. ഇതാണ് ഒന്നാമത്തെ കാര്യം. Return, my son, my daughter, to the Lord, your God. നിൻ്റെ ദൈവമായ കർത്താവിലേക്ക് നീ തിരികെ വരണമെന്ന്. എങ്ങനെ വരണം? അനുതാപവാക്യങ്ങളോടുകൂടെ വരണം. ഒന്നാമത്തെ കാര്യം അനുതാപവാക്യങ്ങളോടുകൂടെ. കർത്താവേ, സകല അകൃത്യങ്ങളെയും ക്ഷമിക്കണം, കൃപയോടെ എന്നെ സ്വീകരിക്കണം. അതാണ് സകല അകൃത്യങ്ങളെയും ക്ഷമിക്കണം. അത് അനുതാപവാക്യം. സകല അകൃത്യങ്ങളെയും ക്ഷമിക്കണം, കൃപയോടെ എന്നെ സ്വീകരിക്കണം. അങ്ങനെ നീ അനുതാപവാക്യങ്ങളോടുകൂടി അനുതപിച്ചുകൊണ്ട് ദൈവത്തിങ്കിലേക്ക് തിരികെ വരുന്നതിന് ശ്രമിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ദൈവം തരും. എന്താ അനുഗ്രഹങ്ങൾ? നിൻ്റെ പിന്മാറ്റം കർത്താവ് മാറ്റും. യുവർ ബാക്ക്വേർഡ്നെസ് ഗോഡ് വിൽ സെറ്റ് ഇറ്റ് റൈറ്റ്. നിൻ്റെ ഈ പിന്മാറ്റം, ദൈവത്തിൽ നിന്നുള്ള പുറംതിരിഞ്ഞുള്ള ഈ ഗമനം തമ്പുരാൻ പൂർണ്ണമായും മാറ്റി നിന്നെ ദൈവത്തിങ്കിലേക്ക് മുൻപോട്ട് പോകുവാൻ അവൻ തീർച്ചയായിട്ടും കരം പിടിച്ച് നടത്തും. രണ്ടാമത്, യുവർ ലോഡ് യുവർ ഗോഡ് വിൽ ഹീൽ യു. അവൻ നിന്നെ സൗഖ്യമാക്കും. ഇവിടെ സൗഖ്യമെന്ന് പറയുന്നത് ശാരീരിക രോഗത്തെ സംബന്ധിച്ച് മാത്രമല്ല, the whole personality, your mind, your soul, your body, and also the whole of your life. God will heal you എന്നാണ്. അവൻ നിന്നെ പൂർണ്ണമായും നിന്നെ സൗഖ്യമാക്കും. നിൻ്റെ പിന്മാറ്റത്തെ മാറ്റും, നിന്നെ സൗഖ്യമാക്കും. He will love you generously. ഔദാര്യമായി നിന്നെ സ്നേഹിക്കും. ഈ ദൈവം തരുന്ന വലിയ 3 അനുഗ്രഹങ്ങളാണ്. പിന്മാറ്റത്തെ മാറ്റും, നിന്നെ സൗഖ്യമാക്കും, നിന്നെ അതിരില്ലാതെ അവൻ സ്നേഹിക്കും. നാലാമത് പറയുകയാണ്, അവൻ കർത്താവ് നിനക്ക് പ്രതിഫലം തരും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ഗോഡ് വിൽ ഗിവ് യു, ബ്ലസ് യു, ഓർ ഗോഡ് വിൽ റിവാർഡ് യു. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും. കുറേ കൂടെ നന്നായി പറഞ്ഞാൽ, ദൈവം തന്നെ നിനക്ക് പ്രതിഫലമായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഗോഡ് വിൽ കം ടു യു ആൻഡ് വിൽ ബ്ലസ് യു വിത്ത് ഹിസ് പ്രസൻസ്, ബ്ലിസ്ഫുൾ പ്രസൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതൊരു വളരെ അനുഗ്രഹകരമായ ഒരു ഭൗതിക ഘട്ടത്തിലേക്ക് നിന്നെ നയിക്കും. അഞ്ചാമത് ഇവിടെ പറയുന്നത്, അവൻ്റെ വഴികളിലൂടെ നീ നടക്കും. യു ഷാൽ വാക്ക് ത്രൂ ഹിസ് വേയ്സ് എന്നാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ, ഈ കാര്യങ്ങൾ ഈ നോമ്പിൽ പ്രത്യേകമായി നമുക്ക് ശ്രദ്ധിക്കാം. തീർച്ചയായും കുഞ്ഞുങ്ങൾ ഇന്നത്തെ ഈ പ്രഭാഷണം ശ്രദ്ധിച്ച ശേഷം നിങ്ങളുടെ വേദപുസ്തകം എടുത്ത് ഹോശേയ പ്രവചനം 14-ാം അധ്യായം മുഴുവനായും വായിക്കുക. 9 വാക്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ. അവിടെ കർത്താവ് പറയുന്ന ഈ വചനം, ആഹ്വാനം, കുഞ്ഞേ, നീ നിൻ്റെ ദൈവമായ കർത്താവിങ്കലേക്ക് നീ മടങ്ങി വരണം. നിൻ്റെ പോക്ക് ശരിയല്ല, നിൻ്റെ നീക്കം നന്നല്ല, നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴികൾ നിന്നെ നന്മയിലേക്ക് നയിക്കുകയില്ല. എന്നാൽ നീ തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് അടുത്തു വരുന്നുവെങ്കിൽ അവൻ നിന്നെ അനുഗ്രഹിക്കും. കർത്താവേ,
എൻ്റെ അകൃത്യങ്ങളെ ക്ഷമിക്കണമേ, എന്നെ കൃപയോടെ സ്വീകരിക്കണമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ പിന്മാറ്റം മാറ്റും. നിനക്ക് സൗഖ്യം തരും. അവൻ നിന്നെ അതിരില്ലാതെ സ്നേഹിക്കും. അവൻ തന്നെ നിനക്ക് പ്രതിഫലമായിരിക്കും. അവൻ്റെ വഴികളിലൂടെ നീ നടക്കും. ഈ ഞായറാഴ്ച നോമ്പിൻ്റെ ഈ ഞായറാഴ്ച ഇങ്ങനെ ഒരു വേദഭാഗം തിരഞ്ഞെടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ ശാന്തമായിരുന്ന് ധ്യാനിച്ച് ദൈവവചനത്തിൻ്റെ ആ ഒരു വലിയ പ്രചോദനം സ്വീകരിച്ചുകൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയുമെങ്കിൽ ഈ നോമ്പ് അനുഗ്രഹകരമായി ജീവിതത്തിൻ്റെ ഒരു പുതിയ അധ്യായം വെട്ടി തുറക്കുന്നതിന്, ഒരു പുതിയ വഴിത്താര വെട്ടി തുറക്കുന്നതിന് തീർച്ചയായും നമ്മെ സഹായിക്കും. കുഞ്ഞുങ്ങളെ, ദൈവത്തിൻ്റെ കൃപകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നിങ്ങളുടെ മേൽ ചൊരിയുമാറാകട്ടെ. പുകവലിയുടെ ഒരു തലമുറ ഇവിടെ പുകമറ തേടി പോകുമ്പോൾ പുകഞ്ഞു പുകഞ്ഞു തീരുകയില്ലെന്നറിഞ്ഞു പുതുമുറ പറയുന്നു. നോ ടുബാക്കോ. പുകവലിയുടെ ഒരു തലമുറ ഇവിടെ പുകമറ തേടി പോകുമ്പോൾ. പുകവലി എന്ന് പറയുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്ക് മാത്രമല്ല, പകരം അവരെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പാസീവ് സ്മോക്കേഴ്സ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിലുള്ള ആൾക്കാർക്ക് കൂടി അത് ഹാനികരമാകുന്നുണ്ട്. പുകവലിയുടെ ദോഷങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം. അപ്പൊ വെറുതെ എന്തിനാ നമ്മള് ഈ വലിയുടെ വലിപ്പം പറയണ്ട, ഇങ്ങോട്ട് വരണ്ട. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആണ്. അത് കളഞ്ഞു വിളിക്കാൻ ഞങ്ങളില്ല. പുകഞ്ഞു പുകഞ്ഞു തീരുകയില്ലെന്നറിഞ്ഞു പുതുമുറ പറയുന്നു. നോ ടുബാക്കോ. നോ ടുബാക്കോ. പുകഞ്ഞു പുകഞ്ഞു തീരുകയില്ലെന്നറിഞ്ഞു പുതുമുറ പറയുന്നു. നോ ടുബാക്കോ. നോ ടുബാക്കോ. പുകയില ഉപയോഗം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ഹാനികരമാണ്. തുടങ്ങാതിരിക്കുക, ഉപേക്ഷിക്കുക. ഡാൾട്ടൺ, ജെ തോംസൺ, ആറ്റം, ഇലക്ട്രോൺ, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു കണക്ഷൻ തോന്നുന്നുണ്ടോ? സയൻസ് ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇലക്ട്രോണിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്, കുറെ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പ്ലം പുഡിംഗ് എന്നാലോ? ആഹാ, ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടെന്നേ. ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് പ്ലം പുഡിംഗ്, ആറ്റം. കൂട്ടുകാരെ, അല്പം പ്ലം പുഡിങ് കഴിച്ചാലോ? പുഡിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ടുള്ള വളരെ രുചികരമായ ഒരു യൂറോപ്യൻ മധുര പലഹാരമാണ് പ്ലം പുഡിങ്. നമ്മുടെ കേക്കിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കിടക്കുന്നത് പോലെ പുഡിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ എടുത്ത് കാണിക്കത്തക്ക രീതിയിൽ അതിനകത്ത് കിടക്കും. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മധുര പലഹാരത്തെ പറ്റിയല്ല, അറ്റോമിക് തിയറിയിലുള്ള പ്ലം പുഡിങ്ങിനെ പറ്റിയാണ്. ദീർഘകാലം ശാസ്ത്രലോകം വിചാരിച്ചുകൊണ്ടിരുന്നത് ആറ്റമാണ് വസ്തുക്കളുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്നും ആറ്റത്തെ പിന്നീട് സബ് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുകയില്ല എന്നുമാണ്. ഡാൾട്ടൻ്റെ ഈ തിയറിയെ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഏതാണ്ട് 125 വർഷങ്ങൾക്ക് മുമ്പ് ജെ തോംസൺ ഇലക്ട്രോൺസിനെ കണ്ടുപിടിച്ചത്. ശാസ്ത്ര ചരിത്രത്തിലെ ഒരു നിർണായക ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ കണ്ടുപിടുത്തം. കാരണം 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഭാഗങ്ങളിൽ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നു. ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറി, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി. അതോടുകൂടി തന്നെ ചില ശാസ്ത്രജ്ഞന്മാർ ചിന്തിച്ചു, ഇനിയും പുതുതായിട്ടൊന്നും കണ്ടുപിടിക്കാനില്ല എന്നുള്ള ഒരു ചിന്തയും അതിനോട് ചേർന്നുള്ള ഒരു മടിയും ഒക്കെ രൂപപ്പെട്ടു വന്നു. എന്നാൽ ഒരു ഫിസിസിസ്റ്റായ ജെ തോംസൺ ആകട്ടെ തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഥോഡ് റേ എക്സ്പെരിമെൻസിലാണ് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസിനെ ആറ്റത്തിൽ നിന്ന് വേർതിരിച്ചെടുത്തത്.
നമുക്കറിയാം ആറ്റത്തിന് ചാർജില്ല. അപ്പോൾ ആറ്റത്തിനകത്ത് നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ ഇതിനെ ന്യൂട്രലൈസ് ചെയ്യാനുള്ള പോസിറ്റീവ് ചാർജ് എവിടെയാണ്? ഈ പ്രശ്നത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ജെ തോംസൺ പ്ലം പുഡിംഗ് മോഡൽ കൊണ്ടുവന്നത്. അതായത് എല്ലാ ആറ്റവും ഒരു പ്ലം പുഡിംഗ് പോലെയാണ്. പോസിറ്റീവ് ചാർജുള്ള പ്ലമ്മിനകത്ത് പോസിറ്റീവ് ചാർജുള്ള പുഡിങ്ങിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് കിടക്കുന്നത് പോലെ നെഗറ്റീവ് ചാർജസ് കിടക്കുന്നു. അങ്ങനെ ഇത് രണ്ടും കൂടെ ന്യൂട്രലൈസ് ആകും. പിന്നീട് ശാസ്ത്രലോകം അതിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോയെങ്കിലും ലോക ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു നാഴികക്കല്ലായിരുന്നു ഈ പ്ലം പുഡിംഗ് മോഡൽ. അത് ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കൊണ്ടുവരിക മാത്രമല്ല ചെയ്തത്, പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്ന രീതിക്ക് തന്നെ മാറ്റം വരുത്തി. അതോടൊപ്പം ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ സാങ്കേതിക ശാഖ വളർന്നു വന്നു. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ ഉപകരണങ്ങളും ലോകം പോലും ഇലക്ട്രോണിക്സിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ജെ തോംസൻ്റെ ഇത്തരം മനോഭാവത്തെ പറ്റിയാണ് എസെക്കിയേൽ പ്രവാചകൻ 47-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്: ദേവാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന ദൈവത്തിൻ്റെ ജീവജലത്തിൻ്റെ കരയിൽ ഓരോ മാസവും പുതിയ ഫലങ്ങൾ തരുന്ന വൃക്ഷങ്ങൾ ഉണ്ടായിരിക്കുമെന്ന്. കൂട്ടുകാരെ, നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ സാധാരണ കാണാറുള്ള ഫ്രൂട്ട് ട്രീസ് വർഷത്തിൽ ഒരു പ്രാവശ്യമാണ് ഫ്രൂട്ട് തരുന്നത്. അതിനൊരു ഫ്രൂട്ട് സീസണുണ്ട്. എന്നാൽ പ്രവാചകൻ പറയുന്നു, ദൈവത്തിൻ്റെ ജീവജലത്തിൽ നിന്ന് വിജ്ഞാനം ഉൾക്കൊള്ളുന്ന ട്രീസ് എല്ലാ മാസവും ലോകത്തിന് ഉപകാരമുള്ള ഫ്രൂട്ട്സ് തന്നുകൊണ്ടിരിക്കുമെന്ന്. കൂട്ടുകാരെ, ഇത് ശാസ്ത്രത്തെപ്പറ്റി മാത്രമല്ല, നമ്മുടെ ജീവിതങ്ങളെപ്പറ്റിയും വളരെ അർത്ഥവത്താണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചിരിക്കുന്ന നമ്മളിൽ ദൈവം ഒരുപാട് ടാലൻസ് ഹിഡനാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളാകട്ടെ പലപ്പോഴും ഈ 19-ാം സെഞ്ച്വറിയിലെ ശാസ്ത്രജ്ഞന്മാരെ പോലെയാണ്. നമ്മുടെ കഴിവുകളെ ഒരു നല്ല അക്കാഡമിക് സ്കോറിന് വേണ്ടിയിട്ടോ ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ടോ മാത്രം നമ്മൾ ഉപയോഗിച്ച് അതിനുശേഷം പലപ്പോഴും മടി പിടിച്ചിരിക്കാറുണ്ട്. എന്നാൽ നമ്മളിൽ ഓരോരുത്തരിലും ദൈവം ഇത്രയും ശക്തി കുത്തി നിറച്ചിരിക്കുന്നതിൻ്റെ കാരണം നമുക്കും ലോകത്തിനും പ്രയോജനമുള്ള ഒരുപാട് ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ജെ തോംസനെ പോലെ ദൈവത്തിൻ്റെ ശക്തി ഉൾക്കൊണ്ട് നമ്മുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനും ജോലിക്കും അപ്പുറം ലോകത്തിനും സമൂഹത്തിനും ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. പരമന സംഗമം. പ്രിയമുള്ള കൂട്ടുകാരെ, ഞായർ പള്ളിക്കൂടത്തിന്റെ 200-ാം എപ്പിസോഡിന്റെ ആഘോഷത്തിനായി നമ്മൾ പരമനയിൽ സംഗമിക്കുന്നു. 2024 ഏപ്രിൽ മാസം 20-ാം തീയതി ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പ്രത്യേകം ക്ഷണിക്കപ്പെടുന്ന 50 കൂട്ടുകാർക്കാണ് പരമന സംഗമത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. നമ്മുടെ മിനി ചലഞ്ചിൽ തുടർച്ചയായി 3 ശരിയുത്തരം അയച്ചാൽ ആ ക്ഷണക്കത്ത് ലഭിക്കുന്നതാണ്. അവർക്ക് പ്രത്യേകമായി ഞായർ പള്ളിക്കൂടം 200-ാം എപ്പിസോഡിന്റെ മൊമെന്റോയിൽ ലഭിക്കും. ഇതുവരെ നടന്ന മെഗാ ചലഞ്ചിലും മിനി ചലഞ്ചിലും പങ്കെടുത്ത് വിജയിച്ചവർക്ക് പ്രത്യേകമായി ഇതിൽ മത്സരിക്കേണ്ടതില്ല. നമുക്ക് പുതിയ കൂട്ടുകാർക്ക് വേണ്ടി ചലഞ്ചിലേക്ക് പോകാം. ചലഞ്ച്, ചോദ്യം, പ്രവർത്തനം, ഉത്തരം, സമ്മാനം. ആദ്യം നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ചലഞ്ച് എന്തായിരുന്നു നോക്കാം. ചോദ്യം, ഉത്തരം. രൂത്തിന്റെ മകന്റെ പേരെന്താണ്? ഓബേദ് എന്നതാണ് ശരിയുത്തരം. ശരിയുത്തരം അയച്ച എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ. വാട്സപ്പിൽ നിങ്ങളുടെ ശരിയുത്തരം അയച്ചവർക്ക് എല്ലാവർക്കും ഇപ്പോൾ പ്രത്യേകം സന്ദേശം വന്നിട്ടുണ്ടാവും. തുടർച്ചയായി പങ്കെടുക്കുക. തുടർച്ചയായി 3 ശരിയുത്തരങ്ങൾ വന്നാൽ നിങ്ങൾക്കും പ്രത്യേകമായി പരമന സംഗമത്തിലേക്ക് ക്ഷണം ലഭിക്കും. ഇനി നമുക്ക് അടുത്ത ആഴ്ചയിലേക്കുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. ഈ ആഴ്ച പ്രവർത്തനമാണ്. ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിൽ നിന്ന് തുടർച്ചയായ ഏതെങ്കിലും 3 വാക്യങ്ങൾ ഹൃദയസ്ഥമാക്കി പറഞ്ഞ് വീഡിയോ അയക്കുക.
കൂട്ടുകാരെ, പ്രവർത്തനം എന്താണെന്ന് മനസ്സിലായല്ലോ. ഹോശേയ പ്രവചനം 14-ാം അധ്യായത്തിലെ ഏതെങ്കിലും 3 വാക്യങ്ങൾ തുടർച്ചയായുള്ളത് കാണാതെ പഠിക്കുക, പറയുക, വീഡിയോ എടുക്കുക, അയക്കുക. എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ ഈ പ്രവർത്തനം ചെയ്യുക. സമ്മാനം നേടാനുള്ളതാണ്, നമുക്ക് പരമന സംഗമത്തിൽ പങ്കെടുക്കാനുള്ളതാണ്. നിങ്ങളുടെ എല്ലാ കൂട്ടുകാരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ യൂട്യൂബിലെ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ 2713-100 എന്ന ഫോൺ നമ്പർ ഓർത്തു വയ്ക്കുക. ഞായർപ്പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSIബോധനം.org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വൈകിട്ട് 7 മണിക്ക് ഗ്രിഗോറിയൻ ടിവിയിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാറ്റൻ സന്തോഷ് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.